friends, welcome to SAGIS kitchen. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ചേന മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ചേന ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു കുറച്ച് ചേന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേന അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൈ ചൊറിയാൻ ചാൻസ് ഉണ്ട് ചിലവർക്ക്. അപ്പം നമ്മൾ കയ്യിൽ എണ്ണയൊക്കെ തടവിയിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ചേന ഇങ്ങനെ ചെറുതായി എടുത്തിരിക്കുകയാണ് ഞാൻ. ആദ്യം നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മൾ വേവിക്കണ പാത്രത്തേക്ക് ചേന ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തന്നെ 1/4 സ്പൂൺ മഞ്ഞൾ, 1/4 സ്പൂൺ ഉപ്പ്, ഇത് ജസ്റ്റ് വെന്ത് വരാനുള്ള വെള്ളം എപ്പോഴും കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെജിറ്റബിളും വെള്ളം ജസ്റ്റ് ഒരു ഒപ്പം നിൽക്കണ പോലെ മതി. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് വേവിക്കാൻ വെച്ച് ചേന ഒന്ന് നോക്കാം. ചേന വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരിയാക്കാം. ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഞാനിവിടെ ഒരു 5 ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വരണം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആ മുളക് പൊടിയും കൂടിയും ഈ എണ്ണയിലൊന്ന് കിടന്നൊന്ന് മൂത്ത് വരണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടാനാണ്, മുളകിൻ്റെ കുത്തൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഈ ചേന വേവിക്കുമ്പോൾ ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടണ്ട. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ ചേന ഇതിൽ കിടന്നൊന്ന് ഡ്രൈ ആയി വരണം. ചേന വെന്ത് വരാൻ ഒരു 5-10 മിനിറ്റ് മതി. ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റി ഡിഷാണ് ഈ ചേന ഉപ്പേരി അല്ലെങ്കിൽ ചേന മെഴുക്കുവരട്ടി. ലാസ്റ്റ് ഞാൻ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേന ഉപ്പേരി അല്ലെങ്കിൽ ചേന മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.